ചാസ്കേബിൾ മിത്രമേള വെങ്കിടങ്ങ് എഡിഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഏങ്ങണ്ടിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശാസ്ത്ര മതനിരപേക്ഷ സാമൂഹ്യ ആത്മീയ സംഘടന ചാസ്കേബിൾ ഇന്റർനാഷണൽ ശാസ്ത്രബോധത്തോടൊപ്പം മൂല്യബോധവും മാനവഹൃദയങ്ങളിൽ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭാഗീയ ചിന്തകൾക്കതീതമായി ലോകക്ഷേമത്തിനായി ഒന്നിക്കുക എന്ന സന്ദേശം നൽകി നടത്തിവരുന്ന പ്രാഥമിക മിത്രമേളയുടെ വെങ്കിടങ്ങ് എഡിഷൻ ചീഫ് ജനറൽ അഡ്വൈസർ സ്വാമി ദൈവമിത്രത്തിന്റെ സാന്നിധ്യത്തിൽ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ മുന്നണികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സി ശ്രീകുമാർ, സർജു തോയക്കാവ്, ബെന്നി ആന്റണി എന്നിവർ പങ്കെടുക്കുകയും മിത്രമേളയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. കൂടാതെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ, മെമ്പർമാരായ ലിജി, റിനിത കബീർ, കരീം മലായ, വിമല, മനീഷ് എന്നിവരും സാംസ്കാരിക പ്രവർത്തകരായ ചന്ദ്രശേഖരൻ, അലി, ശരവണൻ പാടൂർ തുടങ്ങിയവരും സംബന്ധിച്ചു. കർമ്മയോഗി ഇന്ദു ഷാജിയുടെ സങ്കീർത്തനത്തോടെ ആരംഭിച്ച മിത്രമേളയിൽ ഓണററി പ്രസിഡന്റ് ബൈജു കെയർ സ്വാഗതം പറഞ്ഞു. ചീഫ് കോർഡിനേറ്റർ പ്രിയ ജിൻസ് ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് സ്വാമി ദൈവമിത്ര മിത്രമേള സന്ദേശം നൽകി. മേളയിൽ പങ്കെടുത്തവർ വിവിധ ഭാഷകളിൽ മിത്രമേള പ്രതിജ്ഞയെടുത്തു. മനോജ്, സജീവ്, ലോയ് എന്നിവർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. മിത്രമേള ഹെൽപ്പിംഗ് ഹാൻഡ്സ് പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉപഹാരവും പഠന സഹായവും നൽകി അനുമോദിച്ചു. മാത്രമല്ല, ആത്മാർത്ഥതയും നിസ്വാർത്ഥവുമായ പൊതുജന സേവനത്തിന് വെങ്കിടങ്ങ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അജയ് MP, CDS ചെയർപേഴ്സൺ സൗധ എന്നിവരെ യോഗത്തിൽ വെച്ച് മൊമെന്റോ നൽകി ആദരിച്ചു. ചോദ്യോത്തര വേളയ്ക്ക് ശേഷം രമാദേവി P നന്ദി പ്രകാശിപ്പിച്ചു. മിത്രമേളയുടെ ചോദ്യോത്തരങ്ങളിലോട്ട് പോകാം. ഞാൻ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മൾ ചാസ്കേബിൾ എന്ന് പറയുന്ന ഒരു ഊർജ ക്ഷേത്രമാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലേ? ക്ഷേത്രങ്ങളെല്ലാം തന്നെ ശരിക്കും ഊർജ ക്ഷേത്രങ്ങളായിരുന്നു. നമ്മളതിനെ ആരാധനാലയങ്ങളാക്കി മാറ്റിയതാണ് പിന്നീട്. നമുക്ക് വേണ്ടത് നമ്മളുടെ ശരീരം, മനസ്സ് എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കുകയാണ്. ഇവിടെ ജനിച്ച് നമ്മൾ വരുമ്പോൾ നമുക്ക് ഈ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചോ കുറേ ചോദ്യങ്ങൾ കാണും. പലരും പലതരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളും ആശയങ്ങളും ആദർശങ്ങളും എല്ലാം കൊണ്ടു നടക്കുന്ന ആളുകളാണ് അല്ലേ? പക്ഷേ ഈ വ്യക്തമായി എന്താണ് ജീവിതം എന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ പരിമിതമായ അറിവിൻ്റെ ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഇന്നതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വിശാലമായി ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയതിന് അപ്പുറം കൂടെ എന്തൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നിപ്പോൾ ശാസ്ത്ര ലോകം ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ. ശാസ്ത്ര ലോകത്ത് ശാസ്ത്രജ്ഞന്മാർ ഈ അടുത്ത കാലം വരെ കുറച്ച് ഈ ശാസ്ത്രം ഒന്ന് പുരോഗമിച്ചു വന്നപ്പോൾ ശാസ്ത്രലോകം വിചാരിച്ചു നമ്മളെല്ലാം കണ്ടെത്തി, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, എന്താണ് എല്ലാത്തിനെ കുറിച്ചിട്ടും ശാസ്ത്രത്തിന് ഇനിയിപ്പോൾ എന്തുമാവാം, മനുഷ്യനെന്ന് പറയുന്നത് അതിയായ ഒരു കുതിച്ചുചാട്ടം നടത്തുകയാണ് എന്ന ഒരു രീതിയിൽ ഒരു പോക്കുണ്ടായി. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കുറച്ച് കാലം കൊണ്ടിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതുവരെ അറിഞ്ഞതൊന്നും അറിഞ്ഞതല്ല, ഇനിയാണ് അറിയാൻ കിടക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞു തുടങ്ങി. ഇത് തന്നെയല്ലേ നമ്മുടെയൊക്കെ പൂർവികർ പണ്ടുതൊട്ടിട്ടേ പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്രം എന്താണ്, മതങ്ങളെയൊക്കെ അങ്ങനെ തള്ളിപ്പറഞ്ഞിരുന്നു ഒരു സമയത്ത്. മതങ്ങളും മതഗ്രന്ഥങ്ങളും എല്ലാം ഉണ്ടായത് എന്താണ്, കാലത്തിൻ്റെ ആവശ്യമായിട്ടല്ലേ? ഓരോ കാലത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് മനുഷ്യരെ വളർത്തിക്കൊണ്ട് വരികയാണ് അല്ലേ? നമ്മൾ വളർന്നു വരുന്നേ ഉള്ളൂ. മനുഷ്യരാശി ഇപ്പം അതിൻ്റെ ശൈശവത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അങ്ങോട്ട് കടക്കുന്നേ ഉള്ളൂ നമുക്ക് വളരാൻ. ഒരു യുഗം അവസാനിച്ചാലും അടുത്ത ഒരു 500 വർഷം കൂടി അതിൻ്റെ ഒരു പ്രഭാവം, ഒരു നിഴൽ നിലനിൽക്കുമത്രേ. അതുകൊണ്ട് തന്നെ ഒരു യുഗസന്ധ്യയിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ആ ഇരുട്ട യുഗത്തിനനുസൃതമായ പലതും നമ്മുടെ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. ശാസ്ത്രയുഗമായതുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ
വളർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നല്ല സാഹിത്യം നാം പരിശോധിക്കുക, നല്ല കല പരിശോധിക്കുക, നല്ല ദൈവചിന്ത പരിശോധിക്കുക, നല്ല രാഷ്ട്രീയം പരിശോധിക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇവിടെ നാം സംഘടിച്ചിരിക്കുന്ന മിത്രമേളയായാലും ഇതെല്ലാം ഒന്നിച്ചു ചേരുന്ന ഒറ്റ ബിന്ദുവുണ്ട്. ആ ബിന്ദു ഏതെന്ന് ചോദിച്ചാൽ അപരപ്രിയത്തിലേക്ക്. നല്ല സാഹിത്യത്തെ കുറിച്ച് നല്ല സിനിമ കാണുമ്പോൾ, നല്ല കഥ വായിക്കുമ്പോൾ, കവിത വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം നമ്മെ നിന്ന് വളർത്തി മാറ്റുന്നു. ആ കഥയിലെ നായകനിലെ ജീവിതത്തിലേക്ക് നമ്മെ മാറ്റുന്നു, അപരത്തിലേക്ക് നമ്മളെ മാറ്റുന്നു. ദൈവചിന്ത എന്താണ്? തന്റെ സുഖത്തിന് വേണ്ടിയല്ലല്ലോ. വേദപാഠന അമ്പലമായാലും പള്ളിയായാലും മോസ്കായാലും അവിടെ പോയി തന്റെ ജീവിതത്തിന് വേണ്ടി മാത്രമായിട്ടല്ലോ പ്രാർത്ഥന നടക്കുന്നത്. നല്ല രാഷ്ട്രീയവും തന്റെ ജീവിത സൗകര്യങ്ങൾ ഈ ഭൂമുഖത്ത് തന്റെ ഭരണകൂടത്തിനകത്ത് സിദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ലോ നല്ല രാഷ്ട്രീയം മുന്നോട്ട് പോകും. അപരപ്രിയത, അതായത് ആത്മപ്രിയത്തിൽ മുഴുകിക്കിടന്ന് നമ്മെ അപരപ്രിയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെയാണ് ഇപ്പോൾ നാം ഇവിടെ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുന്ന എനിക്ക് തോന്നുന്നു. അവിടെ ദൈവചിന്തയ്ക്കൊപ്പം തന്നെ മതചിന്തകൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ ചിന്തകൾക്കൊപ്പം തന്നെ സയൻസിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സയൻസ് ഈ അപരപ്രിയത്തിനകത്ത് നമുക്ക് തോന്നാം കമ്മ്യൂണിസത്തെ കുറിച്ച് പബ്ലോനെഴുത കണ്ടു പറഞ്ഞ വാക്കുകൾ. അപ്പൊ എന്താണ് കമ്മ്യൂണിസം എന്ന് ചോദിച്ചപ്പോൾ പബ്ലോനെഴുത പറഞ്ഞത് അവരെന്റെ വാക്കുകൾ സംഗീതമായി കേൾക്കുന്നു. ഗാന്ധിജിയോട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ മതക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങയുടെ രാജ്യത്തിന്റെ പ്രഥമ ദൗത്യം, അങ്ങയുടെ രാജ്യത്തിന് വാട്ട് ഈസ് ദി ഫണ്ടമെന്റൽ ക്രൈറ്റീരിയ ഓഫ് ആൻ ആക്ഷൻ? നിങ്ങളുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും രാജ്യത്തിന്റെ പ്രഥമ ദൗത്യം എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ടു വൈപ്പ് ഔട്ട് ദി ടിയേഴ്സ് ഓഫ് കോമൺ മാൻ. സാധാരണക്കാരന്റെ കണ്ണിലെ കണ്ണീരൊക്കെയാണ്. അത് തന്നെ അപരപ്രിയം. ആ ആത്മപ്രിയത്തിൽ നമ്മെ അപരപ്രിയത്തിലേക്ക് കൊണ്ടുപോകാൻ അത് ശാസ്ത്രമായാലും രാഷ്ട്രീയമായാലും മതചിന്തയായാലും അതിനൊക്കെ വലിയ പങ്കുണ്ട്. എനിക്ക് വ്യക്തിപരമായ ഒരു ആശയം കൂടെ പങ്കുവയ്ക്കാം. എത്ര ധ്യാനിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര സത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചാലും ഒക്കെ ഒരു ബിന്ദുവിൽ ചെന്ന് അവസാനിച്ച് അതിന്റെ അമൂർത്ത പാപമാകുമെന്ന് നാം ചിന്തിക്കേണ്ടതില്ല. നമുക്കറിയാം, എനിക്ക് 55 വയസ്സാണ്. 55 വയസ്സിന് സ്ഥിരമായി പല്ല് തയ്ക്കുന്നതാണ്. നാളെ പല്ല് തയ്ച്ചില്ലെങ്കിൽ എന്റെ വായുവാണ്. ദൈവചിന്തയും സത്യങ്ങൾക്കും ഒക്കെ ആ തലത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദിവസം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാവുന്ന ഒന്നായി ഞാൻ അതിനെ കാണുന്നില്ല. നിരന്തരമായി ഇടപെടലിക്കൊണ്ട് അല്ലെങ്കിൽ നിരന്തരമായി പരിശ്രമത്തിലൂടെ എത്തുന്നതാണ്. എവിടെയൊക്കെ നിൽക്കുന്നുവോ അവിടെയൊക്കെ നമുക്ക് അതിന് പ്രതിഫലങ്ങൾ ഉണ്ടാകും. അത്തരമൊരു പ്രകൃതിക്കകത്ത് ഈ നേരത്തെ പറഞ്ഞ മിത്രമേളകളോട് സംഘടിപ്പിക്കാൻ പറ്റാവുന്ന അണ്ണാറക്കണ്ണൻ തന്നാല എന്ന പോലെ ഭൂമുഖത്തെ സാഹോദര്യം കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന വലിയ പ്രവർത്തനത്തിനെ ഞാനും എന്റെ പ്രസ്ഥാനത്തിന്റെയും പിന്തുണ ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.